ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ചോദിച്ചേ? അത് കൊള്ളാം. ഇവിടെ അല്ലാതെ എനിക്ക് എവിടെയാ സാറേ കാര്യം? മനസ്സിലായില്ല. അകത്ത് കളക്ടർ മായാലക്ഷ്മി ഇല്ലേ? വിളിക്ക്, അവർക്ക് കാര്യം മനസ്സിലാവും. അവക്ക് മനസ്സിലായോണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതേ എന്റെ വീടാ, ശ്രീനിവാസൻ IAS വീട്. അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ, ഇത് ഞങ്ങളുടെ പൂജമോളുടെ വീട് കൂടിയാ. നിങ്ങളുടെ പൂജയോ? എന്നാരും പറഞ്ഞു? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സാറേ. സാറ് വന്നപ്പോ ഞാൻ അന്ന് ഇതെല്ലാം പറഞ്ഞതല്ലേ. എന്തു പറഞ്ഞു? ആര് പറഞ്ഞു? സാർ ഇത്ര വേഗം എല്ലാം മറന്നുപോയോ? ഞാൻ പറഞ്ഞതല്ലേ, പൂജയും എന്റെ മകൻ ഷാനുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്ന്. നിങ്ങളെന്തോ പറഞ്ഞു വിചാരിച്ച് ഞാനങ്ങ് വിശ്വസിക്കണം? വേണ്ട, ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ചോദിക്കാം. എന്റെ മകൻ ഷാനുവല്ലേ മരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ മകൾ പൂജ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവളോട് ചോദിച്ചാൽ അവൾ സത്യം പറയില്ലേ? എന്ത് സത്യം? ഇനി മേലെ നിങ്ങളെ ഈ പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് ഞാൻ വല്ല കായലും താത്തും. എന്റെ മോനെ കൊന്നതുപോലെ അല്ലേ? വെറുതെ ഇല്ലാ വചനം പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാ വചനം പറഞ്ഞത് നിങ്ങളല്ലേ? എന്നെ അറിയില്ലെന്ന്, എന്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും എന്തിനാ എന്നെ കാണാൻ കടപ്പുറത്ത് വന്നത്? നിങ്ങളുടെ ഭാര്യ എന്തിനാ എനിക്ക് പണം തന്നത്? എനിക്ക് കുറച്ച് കാശ് കൂടി തരാമെന്ന് നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനാ ഞാൻ വന്നത്. ഇനി നീ ഇവിടെ ഒന്ന് കുറച്ച കാശാവില്ല. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭ്രാന്ത് പിടിച്ചു നിൽക്കാൻ ഞാനെന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ മക്കളെ കൊണ്ട് വശീകരിപ്പിച്ച് വലവീശി പിടിപ്പിച്ചിട്ട് അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാശുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നാണല്ലേ സ്ത്രീയെ നിങ്ങക്ക്? പോയി വല്ല പണി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഇനി നിങ്ങളെ ഈ പരിസരത്ത് കണ്ട കൊന്നുകളഞ്ഞാൽ ഇറങ്ങി പോകല. നിങ്ങൾ ഈ കാണിക്കുന്നതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ വിചാരിച്ച ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? എന്നാ പിന്നെ നീ നടത്തി കാണിക്കടി. അതെ, നടത്തി കാണിക്കാൻ തന്നെ പോകുന്നത്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കൺമുന്നിൽ കടലും തലയ്ക്ക് മുകളിൽ ആകാശവും. തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. കാത്തിരുന്ന് കണ്ടു.